ഒരു മുസ്ലിമും അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കൊണായ സൂക്ഷിക്കൊണായ ഒരു വിഷയത്തിക്ക് അവൻ്റെ സ്വഭാവ ചൊല്ലിട്ട് ഖുലുഖുൻ ഹസൻ, നല്ല സ്വഭാവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ചൊന്ന ഒരു പലക്ക കാന ഖുലുഖുഹു ഖുർആൻ, നബിയുടെ സ്വഭാവ ചൊല്ലത് ഖുർആൻ പോലെ പരിശുദ്ധമായിട്ടിട്ട് അത്രയും നല്ല സ്വഭാവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇട്ട്. അപ്പോൾ ഒരു നല്ല സ്വഭാവ ചൊല്ലത്, ഒരു നല്ല സ്വഭാവം ഉള്ള ആളാവും ചൊല്ലത് ഇസ്ലാമിലെ എല്ലാ ഇബാദത്ത് ഞങ്ങൾ പരിശോധിച്ചെങ്കും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇസ്ലാമിലെ ഇബാദത്ത് ഞങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെയുള്ള സ്വഭാവത്തിന് ഒരു പ്രാധാന്യമുണ്ട്. ഉദാഹരണത്തിന് നിസ്കാരത്തെ വിഷയത്തിൽ അള്ളാഹു ചൊന്ന ഇന്ന സ്വലാഹ്, നിസ്കാര തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിങ്ങൾ കറക്റ്റ് നിസ്കരിക്കുന്ന പോലെ നിസ്കരിച്ചെങ്കിൽ അത് വേണ്ടാത്തതിൽ നിന്നിട്ടും അതേപോലെ മോശമായ എന്തെങ്കിലും ഉണ്ടാ അതിൽ നിന്നിട്ട് നിങ്ങൾ ദൂരാക്കരുത്. അപ്പോൾ അവിടെ വേണ്ടാത്ത സ്വഭാവ അല്ലെങ്കിൽ ആൾമാർക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവ അതിൽ നിന്നിട്ടുള്ള ദൂരെ നിൽക്കും. നിസ്കാരം നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അവിടെ സ്വഭാവത്തിന് ഒരു പ്രാധാന്യമുണ്ട്. നോമ്പിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു, നിങ്ങൾ നോമ്പെടുക്കുമ്പോഴത്തേക്കു മല്ലം യദഅ ഖൗല സൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ. ഒരാള് വേണ്ടാത്ത പലക്ക ചൊല്ലുന്നത് നിപ്പാട്ടില്ല, വേണ്ടാത്ത സ്വഭാവം നിപ്പാട്ടില്ല, അള്ളാഹുകു അവന്റെ നോമ്പ് വേണ്ടാണ്ട്. അപ്പൊ അവിടെയും സ്വഭാവത്തിന് ഒരു പ്രാധാന്യത്തെ. ഹജ്ജിന്റെ വിഷയത്തിലും സമാനമായിട്ട് ചൊന്നത് കാണാം. അപ്പൊ ഇവിടെയുള്ള ഞങ്ങൾ മനസ്സിലാക്കുള്ളത് ഇസ്ലാം സ്വഭാവത്തിന് വലിയ ഒരു പ്രാധാന്യത്തെ ഇസ്ലാം കൊടുത്തു ചൊല്ലതേറ്റി. അപ്പൊ ഞങ്ങൾ നല്ല സ്വഭാവം ഉള്ളെങ്കത്തെ ആൾമാറാവണം. അത് ഇസ്ലാം പഠിപ്പാട്ട നല്ല സ്വഭാവം എന്തരല്ല, ആ നല്ല സ്വഭാവത്തെ ഇല്ലാണ്ടാക്കിற എന്തരല്ലാണ്ട് ഞങ്ങൾ എന്താക്കണു, ഞങ്ങൾ പഠിക്കണം. അതിൽ പെട്ടെങ്കത്തെ ഒരു വിഷയമായിട്ടിക്കറ ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെ നെനപ്പുക്ക് കൊമ്പറകു ഞാൻ ഉദ്ദേശിക്കുന്നത് അൽ മിസാഹ്, അല്ലെങ്കിൽ ഇസ്ലാം മിസാഹ് ഷറഅ് പഠിപ്പാട്ടിയ തമാശ ചൊല്ലത്, തമാശ ചൊല്ലത് ഞങ്ങൾ എല്ലാവരും ഒരു സ്വഭാവമായിട്ട് സൂക്ഷിച്ചെങ്കത്തെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവനത്തിൽ ഏതെങ്കിലുള്ള രൂപത്തിൽ ഉള്ളെങ്കത്തെ ഒന്നായിട്ടിക്കറ് തമാശ ചൊല്ലത്. ഇതിൽ എന്തിനാ ഞങ്ങൾക്ക് ഇത്തര പഠിക്കുള്ളത്? തമാശ ചൊല്ലകു തീരാണ്ട് ഇസ്ലാം പഠിപ്പാട്ട, അല്ലെങ്കിൽ തമാശയിൽ ഞങ്ങൾക്ക് പാലിക്കുള്ളേ എന്തിനാ ഉള്ളേ? ചമ്മ വിഷയ തമാശയുമായി ബന്ധപ്പെട്ടിട്ട് ഖുർആനും ഹദീസും ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ സ്വഭാവ വിശദീകരിച്ചവിടെല്ലാം ആ വിഷയത്തിൽ ഗൗരവത്തിൽ ചില വിഷയം ഞങ്ങൾക്ക് പഠിപ്പാട്ടാണ്. അതിൽ ചില വിഷയമെല്ലാം ഞങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും രൂപത്തിൽ അതിലുള്ള ഞങ്ങൾ പിന്നെ തെറുത്തപ്പി പോയിരാണ്ട അല്ലെങ്കിൽ ഗൊത്തിന്നിട്ടും ഇല്ലാണ്ടും ഞങ്ങൾ ചില വിഷയത്തിൽ എന്തായിരാ അവിടെ ഞങ്ങൾ പങ്കാളിയായിര അതിൽ ഇടപെട്ട ചൊന്തു ഞങ്ങൾ കൂടെ മനസ്സിലാക്കൂ സാധ്യം. ഒന്നാമതായിട്ട് മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലൊരു പലക്ക, അയാളുടെ ഒരാൾ ചൊന്തു ഈ അൽ മിസാഹ് തമാശ ചൊല്ലത് അതൊരു ഐബുൻ, അതൊരു ഐബൈട്ടിക്കർ, ഒരു വേണ്ടാത്ത സ്വറൈട്ടിക്കർ. ഒരാൾ തമാശ ചൊല്ലെങ്കിൽ അതൊരാൾക്ക് ഐബൈട്ടിക്കർ ചൊന്തു ഒരാൾ സുഫിയാൻ ഇബ്നു ഉയൈനട്ട് ചൊന്തു. അപ്പൊ അയാൾ ചൊന്തു അല്ല, ബൽ ഇന്നഹു സുന്ന, അത് സുന്നത്തൈട്ടിക്കർ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നബി തങ്ങ തമാശാക്കിയെങ്കത്തെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിപ്പാട്ടിയെങ്കത്തെ ചില സ്വഭാവം അല്ലെങ്കിൽ ചില ഘട്ട അല്ലെങ്കിൽ ചില ഹദീസെല്ലാം നമുക്ക് കാണുക സാധ്യം. അപ്പൊ അയാൾ ചൊന്തു ഈ തമാശ ചൊല്ലത് എന്തല്ല, ഒരാളുടെ ചിരിപ്പാട്ടൊക്കെ തമാശ ചൊല്ലത് അതൊരു ഐബല്ല, പിന്നെ അതെന്താ അത് സുന്നത്തായിട്ടിക്കൽ. അയെങ്കിൽ അവിടെ ശ്രദ്ധിക്കണായത് വലാക്കിൻ ലിമൻ യഹ്സുനുഹു, അയെങ്കിൽ അത് ആർക്ക് സുന്നത്ത് അല്ലെങ്കിൽ ആ തമാശ ആറാക്കണായത് അത് നല്ല രൂപത്തിൽ ആക്കണവന് മാത്രമല്ല വയദഉഹു ഫീ മൗദിഇഹി, എവിടെ തമാശ ചൊല്ലണം അവിടെ തമാശ ചൊല്ലണം. അഥവാ തമാശ ചൊല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവനത്തിൽ അല്ലെങ്കിൽ സ്വഹാബിമാരെ ചരിത്രം പഠിക്കുമ്പോഴത്തുക അല്ലെങ്കിൽ താബിഇമാരെ ജീവനത്തില അല്ലെങ്കിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ ജീവനത്തിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പെഞ്ഞായിമാരുമായി ബന്ധപ്പെട്ട് പലക്ക വരുന്നവിടെ എല്ലാം ഞങ്ങൾ പരിശോധിക്കുമ്പോൾ തമാശ ഞങ്ങൾക്ക് കാണുക സാധ്യം. മാത്ര തമാശ ചൊല്ലത് അത് എപ്പ, അത് ചില ഇസ്ലാം നിശ്ചയിച്ചതായ ചില നിബന്ധന ഉണ്ട്, ഇസ്ലാം നിശ്ചയിച്ചതായ കുറെ അദബുണ്ട്. ആ മര്യാദ പാലിച്ചിട്ട് ആ അദബ് പാലിച്ചിട്ട് ഞങ്ങൾ തമാശ ചൊല്ലുമ്പോൾ കേട്ടിക്കറ് അത് സുന്നത്താവൂരെ അല്ലെങ്കിൽ അത് അനുവദനീയാവൂരെ അല്ലെങ്കിൽ അത് ഹറാമാവൂരെ ഘട്ടമുണ്ട്.
അത് ചില സന്ദർഭത്തിൽ ഇസ്ലാമിനെ പറത്തുകൊണ്ടേ ചില സന്ദർഭമുണ്ട്. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നാം നെനപ്പാക്കാം. നോക്കൂ സഹോദരന്മാരെ, ചില പണ്ഡിതന്മാർ മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ചൊന്നൊരു പലക്കെ കാണും. തമാശ ചൊല്ലത് അത് പ്രധാനമായിട്ട് അതൊക്കെ ഒരു വിശദീകരണമായി എന്തോ ആവശ്യമില്ല. ഞങ്ങൾ പരസ്പരം ഒരു 4-5 ആൾ നിച്ച് മുണ്ടും പൊത്തുക്കും ഞങ്ങൾ തമാശക്ക് ചില വിഷയങ്ങൾ ഞങ്ങൾ ചൊല്ലിട്ട് ആൾമാരെ ചിരിപ്പാട്ടും മാപ്പിള പെഞ്ഞായിര പലക്കത്തിൽ അബ്ബവും വരെ പലക്കത്തിൽ അബ്ബവും മക്കര പലക്കത്തിലല്ല ചിലപ്പോൾ അങ്ങനത്തെ തമാശ അല്ല പണ്ട്. മാത്രം അവിടെ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണായത് ഒരിക്കലും ഒരു മുസ്ലിമായ മനുഷ്യ അവനൊരു തമാശക്കാരാവണ ബുദ്ധിര. എപ്പോ അവനൊരു തമാശ ഒരാള് അവന് ഒരു സദസ്സുക്ക് ಬಂದೆಂಗೆ ಅವನು ಬಂದ ಏನು ಖುಷಿ ಕಾರಣ ಎಂದ ಅವನು ಎಪ್ಪಳು ഇങ്ങനെ അവൻ ചമ്മ ഞങ്ങളെ തമാശ ചൊന്നു വയ്ക്കറ ചമ്മ ജോക്കല്ല ചൊന്നിട്ടു ഇങ്ങനെ ആക്കപ്പാട്ട്. അപ്പൊ അതൊരു മുസ്ലിമുകു അവന് യോജിച്ചതല്ല. അവന് തമാശ ഒരാളാവരെ ചൊല്ലത് തമാശ ചൊല്ലത് തപ്പല്ല. മാത്രം അവനൊരു തമാശക്കാര അങ്ങനെ നിൽക്കാറ് ചില ആൾമാർ. അതൊരു മുസ്ലിമിക്ക് യോജിച്ചതല്ല. കാരണം എന്തേ മഹാനായ അലി റളിയല്ലാഹു അൻഹു പലക്കെ ചൊല്ലു ലികുല്ലി ഷൈഇൻ ബദർ. അയാൾ ചൊല്ലി എല്ലാത്തുക്കും ഒരു ഭിത്തിക്കർ ഒരു തൈ മുളക്കൊണ്ടുണ്ടായെങ്കിൽ ഒരു തൈ ബലയുണ്ടായെങ്കിൽ അതൊക്കെ ഒരു ഭിത്തിടണം ഫസ്റ്റ്. അതേപോലെ ഒരു പിന്നെ ഒരു കിടാവ് പെറുമ്പത്തുക്ക് അതൊക്കെ ഒരു ഭിത്തുണ്ടല്ലേ ഞങ്ങൾ അത് പഠിച്ചത് ആ വിഷയം. എല്ലാത്തുക്കും ഒരു ഭിത്തിക്കർ അതിന്റെ സ്റ്റാർട്ടിങ് ഒരു ബിഗിനിങ്. അയാൾ ചൊല്ലു വബദറുൽ അദാവതി അൽ മിസാഹ്. അദാവത്ത് ശത്രുതര ഭിത്ത് ചൊല്ലത് എന്തിനായിട്ടിക്കർ അത് തമാശ ആയിട്ടിക്കർ. ഒരു ശത്രുത ഒരാളുടെ ഞങ്ങൾ ക്ലോസ് ആയിട്ടുള്ള ഒരു ചങ്ങായി ആയിട്ടിക്കും നല്ല പിർസുള്ള ആളായിട്ടിക്കും. മാത്ര ഞങ്ങളായിട്ടുള്ള ഒരു ശത്രുത പിറകു ഒരു അർസ പിറകു ആ പിർസപ്പാട് ഇല്ലാണ്ടാവും ചിലപ്പോൾ ഒരു തമാശ നീയാവും. അതുകൊണ്ടായിട്ടിക്കർ മഹാനായ അലി റളിയല്ലാഹു അൻഹു പിന്നൊരു ജാഗയിൽ ചൊല്ലും എപ്പോഴും ഇസ്ലാമിലു ഒരാളുടെ പിർസാക്കറോടും ഒരാളുടെ അർസാക്കറോടും ഇസ്ലാമിൽ എന്തുണ്ടോ എല്ലാത്തുക്കും ഒരു ബോർഡർ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. ഒരാളുടെ അതിയായിട്ടൊരു പരിധിക്ക് അപ്പുറത്തിൽ ഒരു അതിയായിട്ട് ഒരാളുടെ പിർസാക്കറെ അതായത് ഇസ്ലാം നിശ്ചയിച്ച ബോർഡർ ആൻറ്റി അപ്പുറ ഒരാളുടെ പിർസാക്കും ഇസ്ലാം എന്താക്കില്ല നമുക്ക് അനുവാദം തന്നില്ല. ചങ്ങായിമാരെ വിഷയത്തിക്കൂടെ ചൊല്ലത് മഹാനായ അലി റളിയല്ലാഹു അൻഹു ചൊല്ലു അഹ്ബിബ ഹബീബക ഹൗനമ്മ അസാ അൻ യകൂന ബഗീലക യൗമമ്മ വഅബ്ഗിൽ ബഗീലക ഹൗനമ്മ അസാ അൻ യകൂന ഹബീബക യൗമമ്മ. അതായത് അർത്ഥ അഹ്ബിബ് ഹബീബക ഹൗനമ്മ നിന്റെ ചങ്ങായിരെ അല്ലെങ്കിൽ നിന്റെ ഒരു പിർസത്തൊരാളുടെ നീ പിർസാക്കുമ്പത്തുകു ഒരു ബോർഡർ നിശ്ചയിച്ചിട്ട് നീ പിർസാക്കണം. എപ്പോ ഒരു ഗ്യാപ്പ് വേണം. അല്ല നന്റെ ഒരു ഫ്രണ്ട് ನಾನು എന്തു മൗണ്ടട്ട എല്ലാം നന്റെ ചൊല്ല നന്റെ പിഞ്ഞായിര വിഷയ അബ്ബൊമ്മര വിഷയ ഔത്ത് വിഷയ എല്ലാം നന്റെ ഈ ബെസ്റ്റ് ഫ്രണ്ട് ഇട്ട ನಾನು ചൊല്ല. അപ്പൊ അതിലെന്തര വേണം ഒരു ബോർഡർ വേണം. എന്തെങ്കിലും ഒരു ബോർഡർ ഞങ്ങൾ നിശ്ചയിക്കണം. കാരണം എന്തേ അസാ അൻ യകൂന ബഗീലക യൗമമ്മ ഏതെങ്കിലും ഒരു നാള് അവന് നിന്റെ ശത്രു ആവുക. ആ ശത്രുവായി അവനെന്താക്കുക ഇതെല്ലാം അവನು പറത്ത് ചൊല്ലുക അല്ലെങ്കിൽ പറത്ത് പിന്നെ ആൾമാരട്ടെ സ്പ്രെഡ് ആക്കുക ഉള്ള ചാൻസസ് സിക്കുക. അപ്പൊ എത്ര നല്ല ചങ്ങായി ആയെങ്കിൽ ഒരു നാൾ നിന്റെ ശത്രു ആവുക ചാൻസ് ഉണ്ട്. അതേ സന്ദർഭത്തിൽ അബ്ഗിൽ ബഗീലക ഹൗനമ്മ നിന്റെ ശത്രുവായോണ്ട് നീ അർസ വെക്കുമ്പോഴത്തേക്കും ഇതേ ബോർഡർ എന്തൊരു വേണം. എത്ര വലിയ ശത്രുവായിട്ടിരുന്നെങ്കിലും അവണ്ടട്ട ഒരു ബോർഡർ നീ നിശ്ചയിക്കണം ആ അർസത്തിൽ. കാരണം എന്തേ അസാ യകൂന ഹബീബക ഹൗനമ്മ ഏതെങ്കിലും ഒരു നാൾ അവന് നിൽക്കെന്താവുക ചങ്ങായി ആവുക. അപ്പൊ ഒരു നാൾ ഒരാളുടെ അർസ ഉണ്ട് ചൊല്ലി എന്തെല്ലാം വായിക്ക് വന്നതല്ല ചൊല്ലല്ല. പിന്നെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവന് നിന്റെ ചങ്ങായി ആവുക ഒരു ചാൻസ് ഇന്നെങ്കിൽ അതും എന്താ അവിടെ പിന്നെ ക്ലോസ് ആവും. അതുകൊണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നേ ആയത്തുൽ മുനാഫിഖി സലാസ മുനാഫിഖറെ 3 അടയാളം ചൊന്നോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് അവನು വൈദ ഖാസമ ഫജറ അർസ വന്നെങ്കിൽ പിന്നെ എന്താക്കറ ಎಲ್ಲ ಬಿಲ್ಚು ಚೊಲ್ದಾಂಟ್. അപ്പൊ ഇത് ജാഗ്രത. അപ്പൊ ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കുള്ളത് തമാശ ചൊല്ലതൊക്കെ എന്തുണ്ടോ ಅದಕ್ಕೆ ഒരു ലിമിറ്റേഷൻ ഇസ്ലാം നിശ്ചയിച്ചു തന്നെ. ആ ലിമിറ്റേഷന്റെ ഉൾഗ നിന്നിട്ടായിട്ടിക്കണു ഞങ്ങൾ തമാശ ചൊല്ലണായിട്ട് ഉണ്ട്. ഞങ്ങളെ റായത്ത് ഞങ്ങൾ കണ്ടോളി എന്തിരെ സഹോദരന്മാരെ തമാശ ചൊല്ലതായിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ಅಂಕೆಲ್ಲ ചിലപ്പോൾ ಗೊಂತಿಕ್ಕು ದಂಡಂಟಿ ಯಾರ ചിലപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ഓരോ വാട്സപ്പ് ഗ്രൂപ്പിലെ മെമ്പർമാരായിട്ടിക്കോ. ഞങ്ങൾ ചിലപ്പോൾ ഫാമിലി ഗ്രൂപ്പും അതേപോലെ ഫാമിലി ഗ്രൂപ്പിലെ തമാശ ചൊല്ലുക മാത്ര ഒരു ഗ്രൂപ്പ്. അതിലെന്തെങ്കിലും ഖുറാന്റെ ആയത്ത് കൊണ്ടേ ഇട്ടെങ്കിൽ ഒരു സ്പീച്ച് ഇട്ടെങ്കിൽ ഒരു നല്ല നസീഹത്ത് ഇട്ടെങ്കിൽ ഇതെന്ത് കൂടെ കൊടുന്നിട്ടിട്ട് ഇത് ഞങ്ങൾ തമാശ ചൊല്ലുക എൻജോയ് ആക്കും കൊടുന്നിട്ടിട്ട് കൂടെ എന്തുള്ള ഇങ്ങനത്തെ വേണം. അതേപോലെ തമാശ ആക്കുകയായിട്ട് ചില സിസ്റ്റം ഉണ്ടായിട്ട് പ്രാങ്ക് ആക്കറെ പ്രാങ്ക് വീഡിയോസും അതേപോലെ ഒരാളുടെ കളിയാക്കറെ തമാശ ആക്കറെ അതെല്ലാം പണ്ടെല്ലാം ഞങ്ങൾ വെസ്റ്റേൺ കൺട്രീസിലെല്ലാം കണ്ടുപോയിരുന്നത് ഇണ്ട് ഞങ്ങൾ റായത്ത് പരസ്യമായിട്ട് നടന്നുകൊണ്ട് ആർക്കും അതൊരു പ്രോബ്ലമും ഇല്ല. അതായിട്ടിക്കർ അല്ലെ. അപ്പൊ അത് ജാഗ്രത ആക്കും ഭാരി ജാഗ്രതയിട്ടിക്കണം ഞങ്ങൾ അതെല്ലാം ആക്കണം. അതൊരു പലക്കയുണ്ട് സോഷ്യൽ മീഡിയത്തിലുള്ള ഒരു സ്പീച്ചാ ഒരു ക്ലാസ്സാ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ ചൊല്ലുകാവാത്ത ഒരു കാലഘട്ടം ഇട്ടിക്കർ ചൊന്നത് എന്തെങ്കിലും തെല്ല അപ്പറിപ്പറായെങ്കിൽ പിന്നെ അത് ട്രോൾ ആയിട്ട് വന്നിട്ട് എല്ലാ മോത്തും സ്പ്രെഡ് ആവുന്ന ഒരു കാലഘട്ടം.
ഇതെല്ലാം ഇസ്ലാം എന്താക്കരുത്, കൃത്യമായ മാനദണ്ഡ ലിമിറ്റേഷൻ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. മഹാനായ സ്വഹാബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന ഒരു പലക്ക കാണാം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലുന്ന ഒരു പലക്കാണ്. അയാൾ ചൊല്ലി ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കൂ. വയ്യാക്കും വൽ മിസാഹ്, തമാശ ചൊല്ലുമ്പോഴത്തേക്കും നിങ്ങൾ ജാഗ്രത ആക്കണം. തമാശ ചൊല്ലുന്നതിന് നിങ്ങൾ ജാഗ്രത ആക്കണം. കാരണം എന്ത്? ഫഇന്നഹു യൂരിസുൽ ലഈന, അത് നിങ്ങളെ മനസ്സിൽ അർസ ഉണ്ടാക്കരുത്. പരസ്പര നിങ്ങൾ എത്ര നല്ല ഫ്രണ്ട്സ് ആയിട്ടിക്കോ, 4-5 ഗ്രൂപ്പിൽ വെച്ചിട്ട് എപ്പം ഒരാളുടെ തമാശ ആക്കി വയ്ക്കരുത്. അവൻ്റെ പിന്നെ പാസ്റ്റും അതേപോലെ അവൻ്റെ ജീവൻ അവൻ്റെ പ്രൈവസി എല്ലാം പറിച്ച് ഇപ്പൊ തമാശ ആക്കി വയ്ക്കരുത്. ചിലപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ അയാൾ തമാശ ആക്കിയിട്ട് എടുത്തിട്ടിക്കും. അത് രണ്ടാമത്തതും ചിലപ്പോൾ എൻ്റെ ക്ലോസ് ഫ്രണ്ട് ചൊത്തി എപ്പോഴും അയാളുടെ നിങ്ങൾ തമാശ ആക്കുമ്പോഴത്തേക്ക് എപ്പോഴും അയാൾ തമാശ ആക്കിയിട്ട് എടുക്കൊണ്ടിട്ടില്ല. അയാളുടെ മനസ്സിൽ നിങ്ങളെ വിഷയത്തിൽ എന്തിനാ ഇട്ടിക്കും, ഒരു അർസ അവിടെ ബന്ധിക്കും. അതേപോലെ എന്താ അവരത് വയുജുബറു ഇലൽ ഖബീഹി, അതുകൊണ്ടിട്ട് അത് പിന്നെ ലാസ്റ്റ് എന്താ ഒരു മോശമായ ഒരു അവസ്ഥക്ക് നിങ്ങളെ അത് എത്തുപാട്ട്. പിന്നെ അർസ ഒരു ഗലാട്ട ഒരു പിന്നെ നിന്റെത് അവണ് ചൊല്ലുക തുടങ്ങറ, നീ ഒന്ന് ചൊന്നെങ്കിൽ പിന്നെ നിന്റെ പേഴ്സണൽ ലൈഫ് പർത്ത് ചൊല്ലണം. അങ്ങനെ വേറെ രൂപത്തേക്ക് അത് എത്തുകയുള്ള ചാൻസസ് സിക്കറ്. അതുകൊണ്ടിട്ട് എന്താ ഊത്തിറ, ഒരു മുസ്ലിമരെ സംബന്ധിച്ചിടത്തോളം ഒരു മുഅ്മിനരെ സംബന്ധിച്ചിടത്തോളം അവನು ഒരു തമാശക്കാര ആവരെ ചൊല്ലത് ഇസ്ലാം ഒരിക്കലും എന്താക്കില്ല, പ്രോത്സാഹിപ്പിക്കില്ല. അപ്പൊ നാ ബദലെ അടികരയിട്ട് ചൊന്നില്ല, തമാശ ചൊല്ലുന്നതിരെ ഇസ്ലാം എതിർത്തിട്ടില്ല. മാത്രമാ ഒരു തമാശക്കാർ ആവരെതിരെ എന്താക്കിയിട്ടില്ല, ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ബാക്കി ഉമർ ബിൻ അബ്ദുൽ അസീസ് ചൊല്ലു തഹദ്ദസൂ ബിൽ ഖുർആൻ, നിങ്ങൾ ഒട്ടിക ചങ്ങായിമാരട്ടെ തെച്ചു നോക്കൂ, എത്ര നല്ലൊരു പലക്കത്. നിങ്ങൾ ചങ്ങായിമാർ ഒട്ടിക തെച്ചെങ്കിൽ തമാശ ചൊല്ലതുക്ക് പകരം നിങ്ങൾ എന്താക്കും, തഹദ്ദസൂ ബിൽ ഖുർആൻ, നിങ്ങൾ ഖുർആന്റെ വിഷയത്തിലും ഉണ്ടറും. വതുജാലിസൂ ബിഹി, ഖുർആന്റെ വിഷയത്തിൽ നിങ്ങൾ ഒട്ടിക തേക്കോറും. സഹോദരന്മാരെ, ഞങ്ങൾ ആലോചനാക്കണ എനിക്ക് പലക്കയിട്ടിക്കരുത്. എത്ര ഞങ്ങൾ എല്ലാ ചായ കുടിക്കുക പോണ്ട, ഫുഡ് ആക്കുക പോണ്ട, ട്രാവൽ ആക്കറ, ഇതെല്ലാം എത്ര ഞങ്ങൾ ഖുർആന്റെ വിഷയം ഞങ്ങൾ ഡിസ്കസ് ആക്കറ. പല വിഷയം ദുനിയാവൊരു വിഷയം ഡിസ്കസ് ആക്കറ, ഞങ്ങളെ ബിസിനസ്സിന്റെ വിഷയം ഡിസ്കസ് ആക്കറ. ഞങ്ങളെ ഒരു ഫ്രണ്ട് സർക്കിൾ ഇതാ ഞങ്ങൾ ഉണ്ട് ചായ കുടിക്കുക തെക്കുമ്പോ ദീനിയായ വിഷയ, ഖുർആനരെ വിഷയ, ഇൽമിയായ വിഷയ, അല്ലെങ്കിൽ പിന്നെ ഞങ്ങളെ ദീനിയായ അമലരെ വിഷയ, ഇങ്ങനെ ഞങ്ങൾ പലക്ക പരിരമ അതായിട്ട് ഒരു മുസ്ലിം ആക്കണം. ഏതായാലും ചൊല്ലി കാരണം എന്തേ ഫഹദീസുൻ ഹസനുൻ മിൻ ഹദീസിർ റജുലിൽ മിൻ ഹദീസിർ റജുൽ. അതേപോലെ നിങ്ങൾക്ക് എന്താക്കാം, ഖുർആൻ ഓതാ. ഇനി ഖുർആൻ നിങ്ങൾക്ക് ഓതുകയില്ലെങ്കിൽ ഫൈൻ സഖുല അലൈക്കും, ആ ഖുർആൻ ഓതുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഖുർആന്റെ വിഷയമുള്ള പലക്ക പരിയോഗം ചിലപ്പോൾ നിങ്ങൾക്ക് ആവില്ല, നിങ്ങൾക്ക് ചമ്മ ഇൽമില്ല. അങ്ങനെ ടൈം നിങ്ങൾ എന്താക്കറോ ഫഹദീസുൻ ഹസനുൻ മിൻ ഹദീസിർ റജുൽ. മുന്നോൾ കഴിഞ്ഞു പോയെങ്കത്തെ സ്വഹാബിമാർ താബിമാർ അങ്ങനെ ജീവന ചരിത്രമല്ല നിങ്ങൾ സ്പീച്ചിലെല്ലാം കേട്ടതല്ലിക്കൂ, അതെല്ലാം നിങ്ങൾ പരസ്പര ചങ്ങായിമാരട്ടം ഉണ്ടരും. അനാവശ്യമായിട്ട് ഓവറായിട്ട് നിങ്ങൾ തമാശ ചൊല്ലണ്ട. ചൊന്തു ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ചൊന്നൊരു പലക്കാണ്. ഇത് ഞങ്ങളുടെ രായത്ത് തമാശ കാരണം കുടുംബ ബന്ധം മുറിഞ്ഞു പോണ്ടതുണ്ടു. മങ്ങിലായിട്ട് നിക്കാഹായിട്ട് ഔത്തുക്ക് വിളിച്ചുകൊണ്ടേക്ക് മുന്നുള്ള തൊലാക്ക ഒരു എത്ര സംഭവം ഞങ്ങളുടെ രായത്ത് നടക്കരുത്. എത്ര കുടുംബ ബന്ധം മുറിഞ്ഞു പോയതുണ്ട് ഈ തമാശ കാരണമല്ല. അപ്പൊ അത് ഇസ്ലാം പഠിപ്പിച്ചെങ്കത്തെ ചില മര്യാദ ഉണ്ട്, അത് പാലിക്കാത്തത് കൊണ്ടായിട്ട് സഹോദരന്മാർ, അതിൽ ഇസ്ലാം പഠിപ്പിച്ചെങ്കത്തെ ചില മര്യാദകൾ ഒന്നാമത്തേതായിട്ട് തമാശ ചൊല്ലുമ്പത്തുക അയ്യക്കൂന സാദിഖ, അവನು നേര് ചൊല്ലവനായിട്ടിക്കോണം. ഒരിക്കലും കലവ് ചൊല്ലുകുത്തീറ, ആൾമാരെ ചിരിപ്പാട്ട് എന്തൊരു ചൊല്ലുത്തീറ, കലവ് ചൊല്ലുകുത്തീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഹദീസിൽ ചൊന്തു ഒരിക്കലും ഒരു മുസ്ലിമായ മനുഷ്യ എന്താക്കുത്തീറ, അവನು ആൾമാരെ ചിരിപ്പാട്ടുకు വേണ്ടിയിട്ട് കലവ് ചൊല്ലവനായിട്ടിക്കുത്തീറ. ഭാരി ഗൗരവത്തെ ഒരു പലക്കേട്ടിക്കർ. പിന്നെ ഒരു ഹദീസിൽ നബി തങ്ങ ചൊന്തു അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന ലിമൻ തറക്കൽ മിറാഅ വലൗ കാന ഹഖ്ഖ. രണ്ടാമത്തേത് വബൈത്തുൻ ഫീ വസത്തിൽ ജന്ന ലിമൻ തറക്കൽ കദിബ വലൗ കാന മാസിഹ. ദാറ്റിക്കർ രണ്ടാമത്തേത്. ഹദീസിൽ 3 വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു. ഒരാൾക്ക് സ്വർഗത്തെ ഏറ്റവും അടിത്തട്ടിൽ അടിയിൽ ഒരു അവനാണ് അവനക്ക് കൊടുക്കുക. രണ്ടാമത്തെ ആൾ ചൊന്തു സ്വർഗത്തെ നടുൽ നാണ് അവനക്ക് അവ കൊടുക്കുക. മൂന്നാമത്തെ ചൊന്തു സ്വർഗത്തെ ഏറ്റവും ആലൽ ജന്ന ഏറ്റവും മേല് നാണ് അവനക്ക് അവ വാഗ്ദാന കൊടുക്കുക. അവ കൊടുക്കറല്ല അസ്തഗ്ഫിറുല്ലാഹ്, അവനക്ക് അവത്തെ നാണ് വാഗ്ദാന ആക്കുക. ആറ് ഈ 3 ആൾമാർ സ്വർഗത്തെ ഏറ്റവും അടിയിൽ അവ കിട്ടാളായിട്ടിക്കറ ലിമൻ തറക്കൽ മിറാഅ വലൗ കാന മുഹിക്ക. തർക്കത്തെ അവോയ്ഡ് ആക്കുക. ഒരു വിഷയത്തിൽ നമ്മൾ ചർച്ച തുടങ്ങിയ അതൊരു തർക്കത്തിക്ക് എത്തിയിട്ടാകുമ്പോൾ ചർച്ച തീരാണ്ടല്ല, തർക്കത്തിക്ക് എത്തിയാൽ പിന്നെ അയാൾ എന്താക്കറ് ഉണ്ടതേക്ക് ഓന്റെ ഭാഗത്തെ ഹക്കില്ല. ഞങ്ങൾ ഒരു ഷോപ്പിക്ക് പോയതായിട്ടിക്കും, ഒരു പർച്ചേസ് ആക്കി പോയതായിട്ടിക്കും, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ദുനിയാവ് ഒരു വിഷയത്തിലായിട്ടിക്കും, എന്ത് വിഷയത്തിലായിട്ടിക്കും
അവിടെ ഞങ്ങൾ തർക്കിക്കുന്ന സന്ദർഭത്തിൽ അതൊരു തർക്കത്തിൽ എത്തിയെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് ഹക്കുണ്ടെങ്കിൽ ഞങ്ങൾ എന്താക്കരേ അതിൽ നിന്ന് ഞങ്ങൾ വിട്ടുനിൽക്കണം. നന്റെ ഹക്ക് ചിലപ്പോൾ ഒരു 10 റിയാൽ പോയിട്ട് ആയെങ്കിലും തർക്ക വൈഡാക്കു വേണ്ടിയിട്ടായാലും ദൂരം നിന്നിട്ടായെങ്കിൽ സ്വർഗത്തെ ഏറ്റവും അടിത്തട്ടുള്ള അവనికి എന്തുണ്ട് ഒരു അവ ഉണ്ട്. രണ്ടാമത്തെ വസത്തിൽ ജന്ന സ്വർഗത്തെ നടുല് നിങ്ങൾക്ക് ഒരു അവ ഉണ്ട്. എപ്പ ലിമൻ തറക്കൽ കദിബ വലൗകാന മാസിഹ കലൗര അവನು എന്താക്കിയ വിട്ടുനിണ്ട വലൗകാന മാസിഹ തമാസക്ക് പോലും അവൻ എന്താക്കില്ല കലവ് ചൊല്ലില്ല. അപ്പൊ തമാസക്ക് ആൽമാരെ ചിരിപ്പാട്ടക്കും കലവ് ചൊല്ലത് എന്തല്ല ഒരു മുസ്ലിം ഉപയോഗിച്ചതല്ല. അപ്പൊ ഇത്തരത്തിൽ ചില ജോക്കും അത് ഇതെല്ലാം ഞങ്ങൾ ആൽമാരായിട്ട് ചൊല്ലുമ്പോഴത്തേക്കും ഞങ്ങൾ തമാസക്ക് ചില വിഷയത്തെ ഉണ്ടാക്കി ചൊല്ല, അല്ലെങ്കിൽ ചില ആൽമാരെ വിഷയത്തിൽ ചൊല്ലറ അവൻ തെല്ല് എന്താക്കറ അവൻ സ്പൈസസ് ആഡ് ആക്കി ചൊല്ല, അഥവാ ഇന്ന വിഷയത്തിക്ക് തെല്ല് തമാസ ആക്കി വേണ്ടി ഔഡക്കുറെ എല്ലാം ആഡ് ആക്കിയിട്ടുള്ള ആൽമാരെ ചിരിപ്പാട്ടൊക്കെ ചൊല്ല ആൽമാരുണ്ട്. അത് ഗൗരവമുള്ളതായിട്ട്. പിന്നെ മൂന്നാമത്തെ ചൊത്തു ലിമൻ ഹസുന ഖുൽഖുഹു, അതേപോലെ സ്വർഗത്തെ ഏറ്റവും മേലുള്ളവാർക്ക് ലിമൻ ഹസുന ഖുൽഖുഹു നല്ല സ്വഭാവമുള്ള ആൾക്കായിട്ടിക്കു ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു. ഇനി അവിടെ തീർന്നിട്ടില്ല. ഈ ഹദീത്തിൽ ചൊന്നത് നിങ്ങൾ തമാശക്ക് വേണ്ടിയിട്ട് പോലും കളവ് ചൊല്ലാണ്ട് അവോയ്ഡ് ആക്കി സ്വർഗത്തെ നടുള്ള റൗണ്ട് ഉണ്ടായിട്ടിക്കരുത്. ഇനി ഒരാൾ തമാശ വേണ്ടിയിട്ട് ആൽമാരെ ചിരിപ്പാട്ട് കളവ് ചൊന്നെങ്കിൽ എന്തൊരു വിഷയം അവനക്ക് ഗൗരവമായ ശിക്ഷ ഇസ്ലാം നിശ്ചയിച്ചത്. അല്ലാഹു റസൂൽ ചൊന്തു വൈലുൽ ലില്ലദി യുഹദ്ദിസു ഫയുകദ്ദിബു, ഒരാള് വൈൽ ചൊന്നെങ്കിൽ അവനക്ക് നാശയിക്കട്ട്, അല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ ചൊന്ന് വൈൽ ചൊന്നെങ്കിൽ നരകത്തൊരു സ്പെഷ്യൽ ജാഗ ഇട്ടിക്കരുത്. അഥവാ ഈ ഹദീസ് വൈലിട്ട് ചൊന്തു ಬಂದವಡೆಲ್ಲ ಅಂಕ ಆ ಜಾಗಲ ಇಟ್ಟಿಕ್ರಂಗ ತಾಮಸಿಕ್ಕೂ ಬೋಂಡ ಅಲ್ಲ ಅಂಗಲೆ ವಾಸಸ್ಥಳ ನರಗತ್ತಲ ಆ ಜಾಗ ಇಟ್ಟಿಕ್ಕಿರಂಟ್ ವೈಲುಲ್ಲಿ ಕುಲ್ಲಿ ಹುಮಜತಿಲ್ ಹುಮಜ അതേപോലെ വൈലുല്ലിൽ മുത്തഫിഫീൻ അവിടെല്ല പടിപ്പാട്ടിയത് പോലെ അങ്ങനെ ജാഗ അത ഇട്ടിക്കിറുണ്ട്. ആരെങ്കിലും ലില്ലദി യുഹദ്ദിസ് അവನು പലക്ക പറ ഫയക്ദിബ് അവನು കലവ് ചൊല്ല, പലക്ക പറയുമ്പത്തുಗೂ അവನು കലവ് ചൊല്ല. ലിയുദ്ഹിക ബിഹിൽ ഖൗം, എന്തെങ്കിലും അവನು പലക്ക പറയുമ്പോ കലവ് ചൊന്ന് എന്തെങ്കിലും സ്ഥാപിക്കുക അവനക്ക് പൈസ കിട്ടകല്ല. ലിയുദ്ഹിക ബിഹിൽ ഖൗം ആൽമാരെ ചിരിപ്പാട്ടക അവൻ എന്താക്കറ കലവ് ചൊല്ല. അങ്ങനത്തെ അവനക്ക് നാശയിക്കട്ടെ അല്ലെങ്കിൽ നരകത്തെ ആ ജാഗ അവനുകൊണ്ട്. പിന്നെ അവിടെ നിപ്പാട്ടിട്ടില്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ചൊന്തു വൈലുല്ലഹു അവനക്ക് നാശയിക്കട്ടെ ചൊന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദല ആവർത്തിച്ചു. അപ്പൊ ഇത് ഭാരി ಗೌರವത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. പല കേട്ടിക്കറ് തമാശ ചൊല്ലുമ്പത്തുക കലവ് ചൊല്ലിട്ട് ഞങ്ങൾ എന്താക്കുತ್ತೀರಾ ഒരിക്കലും ഞങ്ങൾ തമാശ ചൊല്ലുತ್ತೀರಾ. കലവരെ ಗೌರವಲ್ಲ ಪಡಿಪಾಟ್ರು ಬೇರೆയും ಹದೀಸಲ್ಲ ನಂಗೆ ಕಾಣುವ ಸಾಧ್ಯ. ಈ ವಿಷಯവുമായി ബന്ധപ്പെട്ട് ജന്റെ ഹദീസ് ഞങ്ങൾ ചൊന്നിട്ട് മാത്രം. രണ്ടാമത്തെ നോക്കൊരു സഹോദരന്മാരെ നാൻ ഉപ്പാട്ട് ചൊന്നത് എപ്പങ്കൊറുക്ക തമാശ ചൊല്ലതായിട്ടിക്കറ് ഇസ്ലാം അനുവദിച്ചത്. എപ്പോ നാൻ ഉപ്പാട്ട് ചൊന്നതുപോലെ എപ്പോഴും തമാശ ചൊല്ലത് എന്താക്കിയിട്ടില്ല ഇസ്ലാം ഒരിക്കലും അനുവദിച്ചിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ സ്വഹാബിമാർ ചൊന്നൊരു പലക്കെന്തരെ സ്വഹാബിമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണത്തെ ചൊല്ലുമ്പോൾ ചൊന്നാറ് കാന തവീല സംത്, എപ്പോഴും സൈലന്റ് ആയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല ഖലീല ലഹിക്, ഭാരി കൊറോടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൊബ്ബിട്ട് ചിരിച്ചോയിന്നെ. ഇസ്ലാമിൽ ചിരി രണ്ട് രൂപത്തിലുണ്ട്, തബസ്സുമുണ്ട് ലഹിക്കുണ്ട്. തബസ്സും ചെന്നെങ്കിൽ പുഞ്ചിരിക്കരും, ಅದಕ್ಕೆ കൂലിയുണ്ട് ഇസ്ലാം പഠിപ്പാച്ച്. ലഹിക്ക് ചെന്നെങ്കിൽ പല്ലിരെ ഈ ജാഗ കാണ്ട രൂപത്തിൽ ചിരിക്കരെ, അഥവാ ഞങ്ങൾ എന്തൊരു ചൊല്ലേ പിന്നെ ബൊബ്ബിട്ടിട്ട് സൗണ്ട് ആക്കിയിട്ട് ചിരിക്കരെ കേട്ടിക്കറും ലഹിക്ക് ചൊല്ലി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചോ ഇഞ്ച് തബസ്സമുക ഫി വജ്ഹി അഖീക സദഖ, ഒരു സഹോദരനെ മോത്ത് നോക്കി പുഞ്ചിരിക്കർ ചിരിക്കൊത്തിരാ ചൊല്ല് പിന്നെ എപ്പോഴും ഇങ്ങനെ നടക്കറല്ല. അത് ഇസ്ലാം ഒരു മുസ്ലിമുക്ക് ചേർന്ന സ്വഭാവമല്ല. അല്ലെങ്കിൽ അതേ സന്ദർഭത്തിൽ ബൊബ്ബിട്ട് ചിരിക്കരെ ചൊല്ലത് അല്ലെങ്കിൽ പല്ലിരെ ഈ ജാഗ കാണ്ട രൂപത്തിൽ ചിരിക്കരെ ചൊല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഭാരി കുറോടിയായിട്ട്. ചില സ്വഹാബിമാർ നബി തങ്ങൾ അങ്ങനെ ചിരിച്ചില്ലാണ്ട് ചൊല്ലാർ. ചില സ്വഹാബിമാർ ചൊന്നാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജാടപ്പല്ല് കാണ്ട രൂപത്തിൽ നബി ഒരിക്കലും എന്താക്കിയിട്ടില്ല ചിരിച്ചിട്ടിക്കലായിട്ട്. അപ്പൊ ഇത് ഒരു മുസ്ലിം എപ്പോഴും ഈ തമാസര ആളവരെ ചൊല്ലത് എന്തല്ല. ചില ആൾമാർ അങ്ങനെ ഇക്കറാറ്, എല്ലാ ഫാമിലിയിൽ ഇക്കറാറ്, എല്ലാ ഫ്രണ്ട് സർക്കിളിൽ ഇക്കറാറ്, ചിലപ്പോൾ എല്ലാ റൂമിൽ ഇക്കറാറ്. അവനൊരു എന്താ ചൊല്ല ഞങ്ങൾ ഒരു കോമിഡി പീസ് ഇട്ടല്ല ചൊല്ല. അവനൊരു തമാസര അവൻ ಬಂದಿಂಗ ഒരു എല്ലാവർക്കും ഒരു കൊസി ഭാരി കൊസി, കാരണം അവൻ എപ്പോഴും തമാശ ചൊല്ല. അവൻ വന്നു പിന്നെ കൊസി എല്ലാ ഫാമിലിയിൽ ഇക്കറാറ് അങ്ങനത്തെ ആൾമാർ. അപ്പൊ അതെല്ലാം എന്താ ഒരു മുസ്ലിമുക ഒരു യഥാർത്ഥ മുഅ്മിനുക സ്വർഗ ആഗ്രഹിக்கிறവനുക എന്തിരല്ല അത് യോജിച്ചതല്ല ചൊല്ലത്തെ. അത് ഫസ്റ്റിಗೆ അത് ഹറാം ഉണ്ടല്ല, ചിലപ്പോൾ അത് അവൻ്റെ ഹറാമുക്ക് എത്തുപാട്ട് പരലോകത്തെ വിഷയത്തിൽ അവൻ്റെ മറന്നു പോപ്പാട്ട് അങ്ങനത്തെ പല കാരണം കൊണ്ടിട്ട് അത് ലാസ്റ്റ് ഹറാമുകളെല്ലാം എത്തുറിച്ചൊന്തല്ല ഈ ഹദീസിനെ വിശദീകരിക്കറോടെ പണ്ഡിതന്മാർ ചൊല്ലത് കാണാം. മൂന്നാമത്തേത് സഹോദരന്മാരെ ഇഖ്തിയാറുൽ വഖ്തിൽ മുനാസിബ് വൽ മക്കാനിൽ മുനാസിബ്. ഇത് ഭാരി ഗൗരവത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം വിഷയത്തിൽ. ഇതിൽ പ്രധാനപ്പെട്ട കുറെ പോയിന്റ്സ് മാത്രം നിങ്ങളെ നെനപ്പിക്കാൻ പറ്റുന്നത് ചെമ്മ വിശദീകരിക്കുക നാപ്പോണ്ടില്ല. മൂന്നാമത്തെ എന്തരെ
അനുയോജ്യമായ ടൈമിലും ಅದಕ್ಕನುಸೃತമായ ഒരു ജാഗലുമായിട്ട് കൊണ്ട് തമാശ ചൊല്ലണായത്. എല്ലാ മൂത്തു തമാശ ചൊല്ലിട്ട ചൊന്തി എല്ലാ മൂത്തു തമാശ അല്ല. മറിച്ചോത്തു പോയെങ്കിൽ ഞങ്ങൾ തമാശ ചൊന്ത് ചിരിക്കാമോ? അത്ര ഉണ്ട്. ചില അങ്ങനെയും ചിരിക്കുന്ന ആൾമാരുള്ള അത് വേറെ വിഷയം. അള്ളാഹു മുസ്തആൻ. അയെങ്കില അത് ഞങ്ങൾ ഒരു ഗൗരവത്തിൽ കാണേണ്ടതായിട്ടിരിക്കുന്നത്. കൽബുൽ ഈമാനുള്ള ആൾമാർ അങ്ങനെ ഒരു ഗൗരവത്തിൽ കാണേണ്ട വിഷയം. മരിച്ചോട് പോയിട്ടുള്ള തമാശ ചൊല്ലി. അപ്പൊ എന്തല്ല തമാശ ചൊല്ലിട്ട് എല്ലാ ജാഗലും ചൊല്ലല്ല. ചില പണ്ഡിതന്മാർ ചൊല്ലാർ അബ്ബ ഉമ്മരെ മുന്നോലു ചമ്മ തമാശ ചൊല്ല് ബൊബിട്ട് ചിരിക്കു കുത്തീറ. അതേപോലെ പിന്നെ അങ്ങനെയുള്ള ചില ഗൗരവത്തിലുള്ള പണ്ഡിതന്മാരെ പല്ലിൽ അങ്ങനെ ബൊബിട്ടിട്ട് തമാശ ചിരിക്കുത്തീറ. അങ്ങനെയുള്ള അതൊരു അദബര ഭാഗമായിട്ട് അങ്ങനെ ചിരിച്ചെങ്കിൽ ഹറാമാവുണ്ട് ഇസ്ലാം, പിന്നെ വലിയ ശിക്ഷ ഉണ്ടുണ്ടല്ല. അതൊരു അദബര ഭാഗമായിട്ട് അതെല്ലാം സൂക്ഷിക്കൊണ്ടുള്ള ചൊല്ലു പണ്ഡിതന്മാരുള്ളത്. ആയെങ്കിലും ഞങ്ങൾ ശ്രദ്ധിക്കണം ഏത് ജാഗയിൽ ചൊല്ലണം എപ്പോൾ ചൊല്ലണം ചൊല്ല് സൂക്ഷിച്ചിട്ട് ഞങ്ങൾ എന്താക്കണം തമാശ ചൊല്ലണം. ചില ജാഗയിൽ തമാശ ചൊല്ലേത് അവിടെ അനുയോജ്യമായിട്ടിക്കല. ഒരാൾ ഭയങ്കര പ്രോബ്ലം അയാളുടെ ബുദ്ധിമുട്ടിങ്ങനെ ചൊല്ലുമ്പോൾ ഞങ്ങൾ കൊണ്ടിട്ട് തമാശ ചൊല്ലിട്ടു അവൻ്റെ സമാധാനാക്കറല്ല. അതുകൊണ്ട് ഇസ്ലാമികമായിട്ട് എന്തരല്ല ഞങ്ങൾ അവനക്ക് ചൊല്ലുണ്ട് ആ രൂപത്തിലായിട്ടിക്കണു ഞങ്ങൾ അവൻ്റെ തമാശ അവൻ്റെ ഞങ്ങൾ പിന്നെ ഇടപെടണമായത്. മൂന്നാമത്തെ ഒരു മര്യാദ ചൊല്ലത് അല്ല യുമാസിഹ ഗൈറ ജിൻസി. ആണ് പെണ്ണിട്ട അല്ലെങ്കിൽ പെണ്ണ് ആണിട്ട പരസ്പര തൻ്റേതല്ലാത്ത ഒരു പിന്നെ ജെൻഡർ ഒട്ടിക്ക് ആണ് പെണ്ണിട്ടമ പെണ്ണ് ആണിട്ടമ എന്താക്കുന്നില്ല തമാശ ചൊല്ലുകയില്ല. അത് ഈ ചൊന്ന എല്ലാ മര്യാദ പാലിച്ചെങ്കും അന്യ പുരുഷരൊട്ടിക്കമ അന്യ സ്ത്രീരൊട്ടിക്കമ നിങ്ങൾക്ക് തമാശ ചൊല്ലുകയെന്നില്ല. ഒരാണിക്ക് അനുവാദം ഇല്ല. മഹ്റം ഉണ്ടായെങ്കിൽ അത് ഓക്കെ, നോ പ്രോബ്ലം. മഹ്റം അല്ലാത്ത ഒരാണിട്ടമ പെണ്ണിട്ടമ ഒരിക്കലും തമാശ ചൊല്ലുക എന്താക്കിയിട്ടില്ല, ഇസ്ലാം നിങ്ങൾക്ക് അനുവദിച്ചിട്ടില്ല. മുണ്ടത് ചില സന്ദർഭത്തിൽ അനിവാര്യമായ സന്ദർഭിക്കും. ചിലപ്പോൾ ഞങ്ങളെ ഫാമിലിയിൽ മഹറമല്ലാത്ത ആൾമാരിക്കാർ. ഇപ്പൊ കസിൻസ് ഞങ്ങളെ മഹറമല്ല അയങ്കില. അപ്പൊ കസിൻസ് അങ്ങോട്ട് ചിലപ്പോൾ മുണ്ടര് ചിലപ്പോൾ സന്ദർഭം വരും. എന്തേ റാഹത്തല്ലേ ചിലപ്പോൾ കേൾക്കുന്ന സന്ദർഭമെല്ലാം വരും. മഹറമല്ലാത്ത ആൾമാർ ആയെങ്കു സമയത്ത് അത് ഇസ്ലാം എതിർത്തില്ല. ആയെങ്കില ഞങ്ങ അങ്ങൾത്തെ തമാശ ചൊല്ലത് ഇസ്ലാം എന്താക്കരുത് ശക്തമായിട്ടും എതിർത്തത് ഞങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിൽ കാണുക സാധ്യവരും അതേപോലെ ഹദീസിൽ കാണുക സാധ്യവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടിയത് നിങ്ങൾക്ക് കാണുക സാധ്യവരും. അപ്പൊ അതുകൊണ്ട് അത് ഗൗരവത്തിൽ കാണണായിട്ടുണ്ട്. ഞങ്ങളുടെ രായത്ത് വാട്സപ്പ് ഗ്രൂപ്പെല്ലാം ഭയങ്കര സ്പ്രെഡായ ഒരു കാലഘട്ടം. ഫാമിലി ഗ്രൂപ്പും അതേപോലെ ഗെറ്റ് ടുഗെദറും എല്ലാം. അപ്പൊ എന്തായിട്ട് മഹ്റമാറ് മഹ്റമല്ലാത്തതാറിട്ട് പിന്നെ പരസ്പര ഡിഫറൻഷിയേറ്റ് ആക്കാത്ത രൂപത്തിൽ അല്ലെങ്കിൽ പരസ്പര വേറെ വേറെ ആക്കാത്ത രൂപത്തിൽ എല്ലാം മിംഗിളായി തുടങ്ങിയ ഒരു കാലഘട്ടമായിട്ട് പുതിയ വേർഡ്സ് എല്ലാം പിന്നെ അതിൽ വന്നിരും. ഇപ്പൊ പണ്ടുള്ള കസിന് ചൊന്നാറ് ഇപ്പൊ ഫസ്റ്റ് കസിന് സെക്കൻഡ് കസിന് അത് തേർഡ് കസിനിക്ക് എത്തിരാട്ടെന്ന് ಗೊತ್ತಿಲ್ಲ. ആ രൂപത്തിൽ അപ്പൊ എല്ലാരെയും ഒരാളുടെ മുണ്ടൊക്കെ അനുവാദം വേണുണ്ടായെങ്കിൽ അവന്റെ കസിൻ ആക്കിയെങ്കിൽ പിന്നെ എന്താക്കാം അവൻ്റെ മുണ്ട്. ഒരു പെണ്ണിട്ട മുണ്ടനുണ്ടെങ്കിൽ അവന് പിന്നെ അത് അവൻ്റെ കസിൻ അല്ലേ, അബ്ബോ അമ്മ കണ്ടെത്തുന്നത് അത് അവളുടെ കസിൻ അല്ലെങ്കിൽ അവൻ്റെ കസിൻ ബ്രദർ കസിൻ സിസ്റ്റർ. എന്തിന്റെ കസിൻ എങ്ങനെ നിന്റെ കസിൻ അവര് അപ്പൊ പിന്നെ ലോങ് പോണ്ടു. അപ്പൊ കേൾക്കുമ്പോൾ ചൊല്ലത് ഫസ്റ്റ് കസിൻ അല്ലത് സെക്കൻഡ് കസിൻ ആയിട്ട്. അപ്പൊ ഇത് നാണ് ചിരിക്കുക വേണ്ടി ചൊല്ലത്. ഞങ്ങൾ ഗൗരവത്തിൽ ഞങ്ങളെ മക്ക ഞങ്ങൾക്ക് എല്ലാവർക്കും മക്കയ്ക്കും പെൺമക്ക ഉണ്ടു ആൺമക്ക വലിയ മക്ക ഉള്ളാർ പ്രായപൂർത്തിയായ മക്ക ഉണ്ടു നിങ്ങൾക്ക് പ്രായപൂർത്തിയായ സഹോദരന്മാരുള്ളാർ അല്ലെങ്കിൽ നിങ്ങളെ മക്ക ബലിയായ വന്നുള്ളാർ അവിടെല്ലാം ഞങ്ങൾ ഗൗരവത്തിൽ സൂക്ഷിക്കണം. ഇസ്ലാം അടിസ്ഥാനപരമായിട്ട് ഭാരി ഗൗരവത്തിൽ പഠിപ്പാട്ടിയ ഒരു വിഷയമായിട്ട് അന്യ മഹറമല്ലാത്ത ഒരു പെണ്ണിനെ മുഖത്തേക്ക് നോക്കരുത്. എന്തായിട്ട് മഹറമല്ലാത്ത ഒരു പെണ്ണിനെ നോക്കരുത് ഇസ്ലാം എന്താക്കിയത് ഹറാമാക്കിയത് അല്ലെ. പരിശുദ്ധ ഖുർആനിൽ എവിടെ ആയത്ത് അള്ളാഹു ചൊന്നേ സൂറത്തു നൂറിലും അള്ളാഹു നൂറു സമാവാത്തി വല്ലർന്ന് ചൊന്ന അള്ളാഹുടെ പ്രത്യേകത ചൊല്ല ആയത്തിന് മേലെ ഇട്ടിക്കര് അള്ളാഹു ചൊല്ലെ കുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം മുഅ്മിനരങ്ങ നിങ്ങൾ തന്നര് നിങ്ങൾ താഴ്ത്തുർ. അതേപോലെ മുഅ്മിനത്തായ പെണ്ണിട്ട് ചൊല്ലതായി യഗ്ദൂന മിൻ അബ്സാരിഹിൻ നിങ്ങളെ കണ്ണരെ നിങ്ങൾ എന്താക്കോർ നിങ്ങളെ ഗേസ് നിങ്ങളെ കണ്ണരെ നിങ്ങൾ കീഴാക്കോർ ചൊല്ലത് അള്ളാഹുരെ വലിയ വിശേഷണത്തെ ചൊന്ന അള്ളാഹു നൂറു സമാവാത്ത് ചൊന്നെങ്കത്ത് അള്ളാഹുരെ നൂറാനിയത്തിനെ വിശദീകരിച്ചെങ്കത്ത് ആ ആയത്തിനെ മേലായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊന്നത്. അപ്പൊ അതൊരു ഗൗരവത്തെ നിങ്ങൾക്ക് കാട്ടിത്തണ്ട്. അപ്പൊ എന്തേ നാലാമത്തെ വിഷയം ചൊന്നിട്ടുണ്ടെങ്കിൽ ഗൈറു ജിൻസ് ഞങ്ങളെ ജിൻസ് അല്ലാത്ത ഒരു മഹ്റം അല്ലാത്ത ഒരാളുടെ ഒട്ടിക ഞങ്ങൾക്ക് തമാശ ചൊല്ലത് ഇസ്ലാം എന്താക്കിട്ടില്ല അനുവദനീയ ആക്കിട്ടില്ല ചൊല്ലതായിട്ട്. അതേപോലെ ഒരു വ്യക്തിരെ ആമായ ആൾമാർ അവനക്ക് ഗുർത്തില്ലാത്ത ആൾമാരിട്ട തമാശ ആക്കരുത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങളൊരു ഫ്രണ്ടുള്ള അവനക്ക് ഗുർത്തില്ലാത്ത ഒരാളെ ടൗണിന്റെ വിഷയം ചൊന്നിട്ട് ഞങ്ങൾ എന്താക്കുത്തീരാ തമാശ ചൊല്ലുത്തീരാ. നോക്കറോ ഈ വിഷയത്തിൽ പരിശുദ്ധ ഖുർആനിൽ ഭയങ്കര താക്കീത് അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെതായ കുറെ ജാഗ നിങ്ങൾക്ക് കാണുക സാധ്യത. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചൊല്ല ഒരു മുഅ്മിനായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വല്ലദീന യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അള്ളാഹു അവിടെ അതിക്ക് ഉപയോഗിക്കുന്ന പദ
മുഅ്മിന അല്ലെങ്കിൽ മുഅ്മിനത്ത ആയ ഒരാളുടെ ഉപദ്ര ആക്കിറതായ ആൾമാർ. ഉപദ്ര ചൊല്ലിങ് എന്തിനെ? കൈകൊണ്ട് ഉപദ്രം ഉണ്ടു, നാവ് കൊണ്ട് ഉപദ്രം ഉണ്ടു, ഞങ്ങളെ പലക്ക കൊണ്ടിട്ടു, അല്ലെങ്കിൽ ഏത് രൂപത്തിൽ നിങ്ങൾ ഉപദ്രാക്കിയിട്ടായെങ്കിലും ബിഗൈരി മക്തസബു എന്തും ആക്കിയിട്ട് ഞങ്ങളെ വിഷയത്തിൽ. അപ്പൊ ഇതെല്ലാം ഒരു ഉപദ്ര ഇട്ടിക്കറ്. അപ്പൊ ഞങ്ങളുടെ അവന് ചിരിച്ചോണ്ടിരിക്കുക, ചിലപ്പോൾ ഞങ്ങളുടെ എന്ത് ചൊല്ലുകാവലെ അത്ര അവന്റെ മനസ്സിലെന്തിരിക്കും, അതൊരു ബേജാരിക്കും. എല്ലാവരും മുന്നിൽ അവനെ തമാശ ആക്കിയ, എല്ലാവരും മുന്നിൽ അവനെ ഇങ്ങനെ പിന്നെ നന്റെ ട്രോൾ ആക്കിയവನು അവനക്ക് ബേജാരിക്കും. ഞങ്ങൾക്ക് കൊന്തുന്ന നിങ്ങളെ ആഗ്രഹം ഞങ്ങളെ ചിന്തിക്കണം. ആ സന്ദർഭത്തിൽ ഞങ്ങളെ ഒരു 10 ആളുടെ സദസ്സിൽ ഒരാൾ നന്റെ വിളിച്ചു പോയിട്ട് നന്റെ വിഷയത്തിൽ ഇങ്ങനെ എല്ലാവരുടെ ചൊല്ലി നക്കെന്തിരാവും ഞങ്ങൾ ചിന്തിച്ച മയോ. അപ്പൊ അവനക്ക് എന്തിരാവും? ഞങ്ങളുടെ ചിലപ്പോൾ ചൊല്ലുകാവാത്ത സഭ അവൻ എന്താക്കിട്ടിക്കല ചിരിച്ചിട്ട് മുണ്ട തെച്ചിട്ടിക്കുക. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നിങ്ങളെ മുഅ്മിനായ മനുഷ്യരെ നിങ്ങൾ ഇതാക്കിയിട്ടായെങ്കിൽ ഫഖദ് ഇഹ്തമലു ബുഹ്താനം വ ഇസ്മൻ മുബീന, ഒരു വലിയ തപ്പായിട്ടിക്കറ അങ്ങാക്കിയത്, വ്യക്തമായ ഒരു തപ്പ് അങ്ങാക്കിറാറുണ്ട്. അതൊരു വലിയൊരു തപ്പായിട്ട് ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തിയതായിട്ട്. അപ്പൊ അത് ആ വിഷയത്തിൽ വലിയ ഒരു ഗൗരവ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണു ചൊല്ലതായിട്ടിക്കറ നമുക്ക് കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, ഇങ്ങനത്തെ പലക്കത്തെ ഇസ്ലാം എത്രത്തോളം ഗൗരവത്തിൽ കണ്ടു നോക്കൂ. ഇസ്ലാമിൽ ഏറ്റവും വലിയ തപ്പെന്തരെ അത് ഷിർക്കായിട്ടിക്കറ, അതിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. അത് ഷിർക്കില് ഏറ്റവും ഗൗരവത്തിൽ കാണേണ്ടത് അല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാം പഠിപ്പാട്ടിയത് വിഗ്രഹാരാധന ആയിട്ടിക്കറ്. ആ വിഗ്രഹാരാധന ചൊന്ന കൂട്ടത്തിൽ അള്ളാഹു ചൊല്ലേ ഫജ്തനിബു അർരിജ്സ മിനൽ ഔസാൻ, നിങ്ങൾ വിഗ്രഹാരാധന വിട്ടു നിൽക്കൂ. ഔസാൻ വിഗ്രഹത്തെ നിങ്ങൾ വിട്ടു നിൽക്കൂ. മാത്രല്ല വജ്തനിബു ഖൗല സൂർ, സൂറായെങ്കത്തെ പലക്ക കൗലു സൂർ ചൊന്നെങ്കിൽ ഇതെല്ലാം അതിൽ പെട്ടു, കളവ് അതിൽ പെട്ടു, അതേപോലെ അനാവശ്യമായ ഹറാമും അതേപോലെ ഗീബത്തും നമീമത്തും എല്ലാം തരാവരും അതിൽ ഉൾപ്പെട്ടു ചൊല്ലതായിട്ട്. ഇനി സഹോദരന്മാരെ, അഞ്ചാമതായിട്ട് ഇതിൽ ഞങ്ങൾ പാലിക്കൊണായിക്കത്തെ ഒരു അദബായിട്ടിക്കറ്, ഒരിക്കലും ഞങ്ങൾ തമാശ ചൊല്ലുമ്പോഴത്തേക്കും അത് പിന്നൊരാളുടെ ഗീബത്ത നമീമത്ത ആവാണ്ടിക്കുക ഞങ്ങൾ ശ്രദ്ധിക്കണം. അല്ലേ, ഞങ്ങൾ തമാശ ചൊല്ലുമ്പോൾ അത്രയും ജാഗ്രത ആക്കുന്നുണ്ട്. അതിനർത്ഥം ഒരാളുടെ ഗീബത്ത നമീമത്ത ആവുക തീര. അപ്പൊ ഞങ്ങൾ ആൾമാരെ ചിരിപ്പാട്ടുക വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു വ്യക്തിയെ അയാൾ ഇല്ലാത്ത സന്ദർഭത്തിൽ അയാളുടെ ചിലപ്പോൾ ചില വിഷയം ഞങ്ങൾ ചൊല്ലാം, അവൻ അങ്ങനെ ആക്കിയ ഇങ്ങനെ ആക്കിയ, അല്ലെങ്കിൽ അവനക്ക് ഇഷ്ടമല്ലാത്തത് അവൻ്റെ വിഷയത്തിൽ ഞങ്ങൾ എന്താക്കുക, ഒരു മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലുക. അത് ഗീബത്തു നമീമത്തിൽ പെട്ടതായിട്ട്. അപ്പൊ ഗീബത്തു നമീമത്തും ഞങ്ങളെ തമാശയിൽ എന്താവുക തീര ബറകു തീര ചൊല്ലതായിട്ട്. ആറാമത്തത് സഹോദരന്മാരെ, തമാശ ചൊല്ലത് ദീനര വിഷയത്തിൽ ഒരിക്കലും എന്തല്ല അനുവദിക്കപ്പെട്ടതല്ല. ഒരാളുടെ ദീനര വിഷയത്തിൽ ഞങ്ങൾ തമാശ ആക്കിയമാ അവനെന്താവും, അവനു പല ഘട്ടമുണ്ട്, അത് ഹറാമായിട്ടിക്കറ്. ചില സന്ദർഭത്തിൽ അവൻ ഇസ്ലാം പുറത്തു പോകുന്ന സമയത്ത് അത് കാരണം അല്ലെ. തമാശ ചൊല്ലതക്ക് ഇസ്ലാം നിശ്ചയിച്ച ലിമിറ്റേഷൻ ആയിട്ടിക്കറ്. ദീനര വിഷയത്തിൽ ഒന്നിലും പോലും ഞങ്ങൾ തമാശ ആക്കിത്തീര. അല്ലെ, ഒരാൾ നല്ല ഇസ്ലാമികമായിട്ട് താടി വെച്ചിട്ട് നെര്യാനിക്ക് മേൽ ഡ്രസ്സ് ഇട്ട് വന്നിട്ട് അയാളുടെ ഒരാൾ തമാശ ആക്കി എന്തില്ല വെള്ളം വന്നേരം നീ എന്ത് പാൻറ്റ് ഇത്ര മേൽ ഉടുത്തര്. ചിലപ്പോൾ ആ പലക്കാവുണ്ട് നീയത്തനുസരിച്ച് അവൻ ഇസ്ലാമിനെ പുറത്തു പോയിട്ടിക്കോ ചിലപ്പോൾ. കാരണം എന്ത്, മനിസ്തഹസ ഷൈഅൻ മിൻ ദീനില്ല, അള്ളാഹുവിന്റെ ദീനര വിഷയത്തിൽ എന്തെങ്കിലും ഒന്നു നിങ്ങൾ തമാശ ആക്കിയാറാ, അല്ലെങ്കിൽ ദീനിൽ നിശ്ചയിച്ച ശിക്ഷ അല്ലെങ്കിൽ ദീനിൽ നിശ്ചയിച്ച കൂലി അതിന്റെ വിഷയത്തിൽ നിങ്ങൾ തമാശ ആക്കിയിട്ട് പലക്ക പറഞ്ഞാറാ, ഇസ്ലാമിനെ നിങ്ങൾ പുറത്തു പോകണ്ട. ഇതിൽ ഞങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ 92 വിഷയമുണ്ട്. അതെന്തിനാ ചൊന്നുണ്ടായെങ്കിൽ ചിലപ്പോൾ ഇസ്ലാമിനെ പുറത്തു അത് ചൊന്നസത്തേക്ക് പുറത്തു പോകേണ്ട പോലത്തതല്ല ആയെങ്കിൽ അത് എത്തുപാട്ട്. ഉദാഹരണക്ക് ഇപ്പൊ ചില ആൾമാർ ചൊല്ലാറ് എന്തിന് പിന്നെ സ്വർഗ നരകത്തെ ശിക്ഷ അല്ലെങ്കിൽ ചില ആൾമാർ തിന്നുക തെച്ചിട്ടിക്കറ. അവ തിന്നുമ്പത്തുകു എത്ര തിന്നര അല്ലെങ്കിൽ തിന്നര വിഷയത്തിൽ ഒരു തമാശക്ക് ചിലപ്പോൾ ആയത്തുതറാറ്. അള്ളാഹു ചൊന്നറല്ലേ കുലു വഷ്റബു, അപ്പൊ നിങ്ങൾ വേണ്ട എത്ര തിന്ന. അപ്പൊ അത് എന്തല്ല, അത് ഈ രൂപത്തിൽ ഇസ്ലാമിനെ പുറത്തു പോകേണ്ട കാരണം അല്ലെങ്കിൽ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിനെ പോലത്തെ പണ്ഡിതന്മാർ ചൊല്ലാറ് അത് ഒരിക്കലും എന്തല്ല, ഒരു മുസ്ലിമായ മനുഷ്യ അതൊരു തമാശയുടെ റൂപ്പായിട്ടിക്കറ്. അത് ഞങ്ങൾ കുലു വഷ്റബു ചൊല്ലുന്ന ആയത്ര അർത്ഥം അങ്ങനെ ഉണ്ടായെങ്കിൽ നിങ്ങൾ തിന്നൊരു കുടിക്കൊറിട്ടായെങ്കിൽ ഞങ്ങൾ ആ സദസ്സിൽ അത് ചൊല്ലുക കാരണം എന്തിനെ ഒരു 2-3 ചിരിക്കുക അല്ലേ, ചിരിക്കുക വേണ്ടിയിട്ടായിട്ടിരിക്കുന്ന തിന്നൊരു കുടിക്കൊറു ചിരിക്കുക വേണ്ടിയിട്ടായിട്ടിരിക്കുന്ന ഞങ്ങളോട് ചൊല്ലി. അതല്ലാണ്ട് ആ ആയത്ത് പഠിപ്പാട്ടരെ ചൊല്ലുന്ന ഉദ്ദേശത്തിലല്ലല്ലേ ഞങ്ങളോട് ചൊല്ലി. അതല്ലെങ്കിൽ ഏതെങ്കിലും വിഷയം ചൊല്ലുമ്പോഴത്തേക്ക് ഞങ്ങൾ തമാശക്ക് ചില സന്ദർഭത്തിൽ ചൊല്ലാം. അതൊക്കെ ആയത്തുണ്ട്, അല്ലെങ്കിൽ അത് ഹദീസുണ്ട്, അതൊക്കെ ഫത്വ ഉണ്ട്, അല്ലെങ്കിൽ അത് ഏതെങ്കിലും പണ്ഡിതന്മാരുടെ കേട്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾക്ക് ഫത്വ തരുവാറ് ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടുക. ചില ആൾമാർ കേൾക്കറമേ തമാശക്ക് കേൾക്കറ അങ്ങനെ മനസ്സിലങ്ങനെ വേണ്ടാത്ത ഉദ്ദേശമൊന്നും ഇല്ല, ഇത് ഹലാലാക്കുക എന്തെങ്കിലും മാർഗം ഉണ്ടാ തമാശ കയറ്റിക്കർ കേൾക്കറേ. മാത്രം ദീനര വിഷയത്തിൽ എന്തല്ല അങ്ങനെ ഉള്ള തമാശ അനുവദനീയ അല്ല. നിങ്ങൾ ഭാരീ ഗൗരവത്തിൽ ശ്രദ്ധിക്കൊണായിക്കത്തെ വിഷയത്തിക്കറ് ചൊല്ലത് പണ്ഡിതന്മാർ
ഇവിടെ നിങ്ങൾക്ക് പഠിപ്പാട്ടി തണ്ടാറ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇങ്ങനെ ഉള്ളിക്കത്തെ ചില വിഷയ ഇതെല്ലാം വിശാലമായിട്ട് ഇതിലെ ഓരോ പോയിന്റും ചെമ്മ വിശദീകരിക്കണ ഐക്യത്തെ വിഷയട്ടിക്ക് അതിൽ പ്രധാനപ്പെട്ട കുറേ വിഷയം നിങ്ങളെ നെനപ്പുകു ನಾನು ಕೊಂಬಂದೆಂಟು ಮಾತ್ರ. സഹോദരന്മാരെ, ലാസ്റ്റിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയ നിങ്ങളെ ശ്രദ്ധയ്ക്ക്, ഈ വിഷയവുമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ലാത്തിങ്കത്തെ ഒരു വിഷയത്തെ നിങ്ങളെ നെനപ്പു കൊമ്പറുകയറ്റിക്ക് ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഉള്ളത് ഡിസംബർ തിങ്കളിലായിട്ടിക്ക്. ഈ ഒരു തിങ്കളുടെ പ്രത്യേകത, ഞങ്ങളെ റായത്തുള്ളെ പിന്നൊരു ദീനറെ ആൽമാർ നസാറാക്കന്മാർ അങ്ങനെ വ്യത്യസ്തമായ ആഘോഷത്തെ ആഘോഷിക്കരങ്കത്തെ ഒരു ടൈം ആയിട്ടിക്ക്. എന്ത് ഡിസംബർ 26 ഇന്നലെ ಅದರ ഒരു നാൾ അങ്ങനെ ക്രിസ്മസ് അഥവാ ഈസാ നബി അലൈഹിസ്സലാമുരെ ജന്മദിന ചുന്തങ് ആഘോഷിക്കരങ്കത്തെ ഒരു നാൾ ഇന്നലെ കഴിഞ്ഞു പോയിട്ട്. അതേപോലെ ഇനി ബറുകൊണ്ട് ന്യൂ ഇയർ ചൊല്ലത് അത് ഇതല്ല ഉണ്ട്. ഞങ്ങളെ റായത്ത് എന്തിനായിരുന്നു ചൊന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ പെരുന്നാളിനായിട്ട് യാറ അതിരൊട്ടിಗೆ ഒരു പിന്നെ കമ്മിറ്റ്മെന്റ് അതല്ലെങ്കിൽ അങ്ക് അങ്ങനെ ആഘോഷത്തൊട്ടിക്കുള്ള പിർസത്താൻട്ട് യാറ ഞങ്ങൾക്ക് അങ്ങനെ ആഘോഷത്തൊട്ടിക്ക് എന്തായിരിപ്പ പിർസായി പേർ. ചിലപ്പോൾ ഒരു ക്രിസ്ത്യനായ ഒരാൾ അല്ലെങ്കിൽ ഒരു നസറാനിയായ ഒരാളുടെ സ്റ്റാറ്റസ് എടുത്ത് നോക്കിയെങ്കിൽ ചിലപ്പോൾ അങ്ങനത്തെ ഒന്നും കാണല. അതിന് ഞങ്ങളെ ആൾമാർ അങ്ങനെ ബിസിനസ്സിനെ പേരിട്ടിട്ട് അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് ഇട്ടിട്ട് മേലൊരു ഹാപ്പി ന്യൂ ഇയർ അല്ലെങ്കിൽ ഒരു ഹാപ്പി ക്രിസ്മസ് എന്ന് കൊടുത്തില്ലെങ്കിൽ ആൾമാർക്ക് ഒരു സമാധാനമില്ല. ഇത് രണ്ടും ഞങ്ങൾ ഗൗരവത്തിൽ കാണും. ഒന്നും എന്തിനാ ഈ ഈസാ നബി അലൈഹിസ്സലാമരെ ജന്മദിന ചൊല്ലത്, അത് എന്തിനാ അതിന്റെ അടിസ്ഥാന ഞങ്ങൾ മനസ്സിലാക്കുന്ന വിഷയത്തിക്ക്. ഒന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങളെ പിർസപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആ നബിരെ ജന്മദിന ആഘോഷിക്കൂ. ഖുർആനിലെ ആയത്ത് വേണു ഹദീസ് വേണു ഞങ്ങൾ ചൊല്ല. ഖുർആനിലെ ആയത്തും ഹദീസും ഇല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആഘോഷിക്കാത്ത സബലു അത് ദീനിൽ ഇല്ലാത്തത് ഞങ്ങൾ അത് ആഘോഷിക്കൂ തീരാണ്ട് ഞങ്ങൾ ചൊല്ല. ആ ആൾമാർ എന്താക്കാറ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജന്മദിനത്തണ്ട് ഹാപ്പി ക്രിസ്മസ് ഇട്ടിട്ടുള്ള. എന്തിനാ ആ ഹാപ്പി ക്രിസ്മസ് ഇടരതര ഉദ്ദേശം എന്തേ? അള്ളാഹുക്ക് മോണുണ്ടായിട്ട് അങ്ങ് വാദിக்கிறതായ നാളായിട്ടിക്കറല്ലേ മസീഹ് ഈസാ അലിഹിസ്സലാം ഇബ്നുല്ല അള്ളാഹുരെ മോണ ഇട്ടിക്കറുണ്ട് അങ്ങ് ചൊല്ലുന്ന നാൾ. അപ്പൊ ഞങ്ങൾ ഹാപ്പി ക്രിസ്മസ് ഇട്ട് ഇടുമ്പത്തുക്ക് ഒരു മുസ്ലിമായ മനുഷ്യൻ ഞാനിത് ചൊല്ലത് ഇവിടെ ഈ കൂട്ടത്തിൽ ആരും ഇട്ടതാ അല്ലെങ്കിൽ ഇടാറുണ്ടല്ല ഞാൻ ചൊല്ലേ. ഞങ്ങളെ മക്കളെ ഞങ്ങൾ ചെക്കാക്കണം. ഞങ്ങളെ മക്ക അല്ലെങ്കിൽ ഞങ്ങളെ ബ്രദേഴ്സാ അല്ലെങ്കിൽ ഇണ്ട് ഞങ്ങളെ റായത്ത് ന്യൂ ജനറേഷനിലുള്ള ഇങ്ങനത്തെ ആൾമാർ കോളേജിക്ക് സ്കൂളുകളിൽ പോകേണ്ട ആൾമാർ അങ്ങനെ ഫ്രണ്ട്സിനെ സമാധാനിപ്പിക്കുക വേണ്ടിയിട്ട് എന്താക്കാറ് ഇങ്ങനത്തെ ചിലത് ഷെയർ ആക്കാറ്. അങ്ങനത്തെ ചമ്മ ഞങ്ങൾക്ക് കാണുക സാധിക്കും. അപ്പൊ ഇത് ഞങ്ങൾ യഥാർത്ഥത്തിൽ ചൊല്ലേണ്ടത് അള്ളാഹുക്ക് മോണുണ്ടായി അതിൽ ഞങ്ങൾ കൊസിപ്പെട്ടല്ലേ യഥാർത്ഥത്തിൽ. അത് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ചൊല്ലേണ്ടത് ആ ഒരു പലക്കത്തെ ഗൗരവ എത്രത്തോളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചൊല്ല ഇങ്ങനെ ചൊല്ലേണ്ട ആൾമാർ അങ്ങ് മനസ്സിലാക്കുന്നതിരെ ഗൗരവം. അല്ലെങ്കിൽ ഞങ്ങൾ ഒരു സ്റ്റാറ്റസ് ഇടുമ്പോൾ ചില ആൾമാർ കേൾക്കാറ് അല്ലെങ്കിൽ ചില ആൾമാർ ചൊല്ലാറ് ഒരു സ്റ്റാറ്റസ് ഇട്ട സത്യക്ക് ഞങ്ങളെ ദീൻ ഇല്ലാണ്ടവറ, ഒരു സ്റ്റാറ്റസിൽ ഞങ്ങളെ ദീൻ ഇല്ലാണ്ടവറ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ 19 സൂറത്തിലെ 88, 89, 90, 91 ഈ 4 ആയത്ത് നിങ്ങൾ എല്ലാവരും ഉറക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് ചെക്കാക്കി നോക്കണം. 19 സൂറത്തിലെ 88 പിടിച്ചിട്ട് 90 അള്ളാഹു ചൊല്ലുണ്ട് വഖാലു ഇത്തഖദർ റഹ്മാനു വലദ. അള്ളാഹുര പലക്ക നിങ്ങൾ നോക്കും. വഖാലു അങ്ങ് ചൊല്ലാർ ഇത്തഖദർ റഹ്മാനു വലദ അള്ളാഹുക്ക് മോണുണ്ടായിട്ട് അങ്ങ് ചൊന്നുള്ളാറ്. അള്ളാഹു ചൊല്ലുണ്ട് ലഖദ് ജിഅ്തും ഷൈഅൻ ഇദ്ദ ഒരിക്കലും മോശമായ എങ്കത്തെ ഒരാൾക്കും അംഗീകരിക്കുകയാവാത്ത എങ്കത്തെ ഒരു മോശമായ വിഷയമായിട്ട് നിങ്ങൾ ചൊന്നത്. അഥവാ ഇദ്ദ ചൊല്ലതുക്ക് ചില പണ്ഡിതന്മാർ ചൊന്നാറ് ഘോരമായ വലിയ അപകടകരമായ ഒരു പലക്കൈട്ടിക്ക് നിങ്ങൾ ചൊന്നൂല്ലേ. രണ്ടർത്ഥം പണ്ഡിതന്മാർ ചൊന്നാർ. അപ്പൊ ലഖദ് ജിഅ്തും ഷൈഅൻ ഇദ്ദ എന്തിനാ ആ പലക്കത്തെ ഗൗരവം എന്തിനാ? അള്ളാഹു ചൊല്ലുണ്ട് തകാദു സ്സമാവാതു യതഫത്തർന മിൻഹു വതൻഷഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുണ്ട് അങ്ങ ചൊന്ന ആ പലക്ക കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ പൊട്ടുപാട്ടാത്താണ്. തകാദു സ്സമാവാത് ആ പലക്കത്തെ ഗൗരവ കാരണ ആകാശ പൊട്ടിപ്പൊലിഞ്ഞിട്ട് ഭൂലോകായി അത്രയും ഗൗരവമുണ്ട്. യതഫത്തർന വതശഖുൽ ജിബാൽ വതൻഷഖുൽ ജിബാൽ ഗുഡ്ഡ ഉണ്ടല്ലേ, ഗുഡ്ഡ അത് പൊട്ടിട്ട് പാർട്ടായിട്ട് പൂളായി പോവാത്ത അത്രയും ഗൗരവമുള്ള എനിക്കത്തെ ഒരു പലക്കൈട്ടിക്കർ. അള്ളാഹുടെ റഹ്മത്ത് കൊണ്ട് മാത്രം അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അള്ളാഹു ചൊല്ലേ അൻദഉ ലിർറഹ്മാനി വലദ റഹ്മാനായ അള്ളാഹുകു മക്ക ഉണ്ടുകൊണ്ട് അങ്ങ് ചൊല്ലത് അത്രയും ഗൗരവമുള്ള പലക്കൈട്ടിക്കർ. അപ്പൊ ഞങ്ങൾ ഗൗരവത്തിൽ ഇതിനെ കാണണം. ഞങ്ങൾ നിസ്സാരമായിട്ട് കണ്ടുള്ള ഒരു സ്റ്റാറ്റസ് അല്ലേ, ഒരു പിക്ചർ അല്ലേ, ഒരു ഫോട്ടോ അല്ലേ, അങ്ങനല്ല. അതേപോലെ ന്യൂ ഇയർ വരുമ്പത്തുക അതിരെയും ഞങ്ങൾ ചരിത്രം ഞങ്ങൾ പരിശോധിച്ചു നോക്കാം. അതിരെ ബാക്കിലും ന്യൂ ഇയർ അല്ലേ, ഒരു പുതിയ വർഷമല്ലേ, ഞങ്ങൾ അതെന്ത് അവലംബിക്കുന്ന ഉണ്ട്
വേൾഡ് ലെവലിൽ ഞങ്ങൾക്കത് പിന്നെ അവലംബിക്കണ എനിക്കത്തെ ഒരു നിർബന്ധ സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതിൽ അവലംബിക്കണം അത്രേ. മാത്ര ಅದರ ಬ್ಯಾಕ್ರೆ ಚರಿತ್ರೆ നിങ്ങൾ പരിശോധിക്കോ, ഡീപ്പായിട്ട് അതിന്റെ ചരിത്ര പരിശോധിക്കോ പോയെങ്കിൽ ഈ രൂപത്തിൽ ചമ്മ സ്റ്റോറി അതിന്റെ ബാക്കിലുണ്ട്. ഒരു മുസ്ലിമിಗೆ അംഗീകരിക്കുകയാവാത്തെങ്കിത്തെ ഒരു മുസ്ലിമിಗೆ യോജിക്കുകയാവാത്തെങ്കിത്തെ ചമ്മ സ്റ്റോറി അതിന്റെ ബാക്കിലുണ്ട്. അത് ചമ്മ വിശദീകരിക്കുക ഞാൻ ആഗ്രഹിക്കില്ല. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞെങ്കിൽ ഞങ്ങളെ ഗ്രൂപ്പിൽ മാംഗ്ലൂർ ഇസ്ലാഹി സെന്റർ ഗ്രൂപ്പിൽ നല്ലൊരു പിന്നെ മലയാളത്തിലുള്ള ഒരു സ്പീച്ച് ഞാൻ ഇക്കടുത്തರೆ. അതിൽ ಅದರ ಬ್ಯಾಕ್ಗೆ ಹಿಸ್ಟರಿ ಅಂದರೆ ಅದರ ಗೌರವ ಎಂದ್ರೆ ಕರೆಕ್ಟ್ ವಿಶದೀಕರಿಕೆ ಬಹಮಾನ್ಯನಾಯ ಉಸ್ತಾದ್ ಸಿರಾಜುಲ್ ಇಸ್ಲಾಂ ರೇ ഒരു സ്പീച്ച് ആയിട്ടിക്കർ ഞാൻ അതിൽ നിങ്ങൾ കടത്തറ. നിങ്ങൾ എല്ലാവരും അത് കേട്ട് നോക്കൂ. നിങ്ങൾ ആൾമാർ നിങ്ങൾ അത് എത്തുപാട്ടി നോക്കൂ. ന്യൂ ഇയർ ചൊല്ലതിരെ ബാക്കിലുള്ള ചരിത്ര ಅಂದ್ರೆ അത് എത്ര ഗൗരവമുണ്ട്. ഒരു ഹാപ്പി ന്യൂ ഇയർ ചൊല്ലുമ്പോൾ അതൊരു വെറുതെ ഒരു ന്യൂ ഇയർ വരുമ്പോൾ ഞങ്ങളെ ചങ്ങായിമാരെ ഞങ്ങൾ വിശ്വാക്കരല്ലേ. അങ്ങനെ മാത്രമല്ല, അതിൽ വലിയ ഗൗരവ ഉണ്ട് ചൊന്തു ഞങ്ങൾ മനസ്സിലാക്കണം. പണ്ഡിതന്മാരല്ല, ഞാനതിരെ ചമ്മ വിശദീകരണത്തേക്ക് നാ പോണില്ല. ഇസ്ലാമിക ലോകത്തെ എല്ലാ പണ്ഡിതന്മാരും ആധുനികരും കല്ലുപോയെങ്കും എല്ലാവരും ചൊന്നറാറ് അത് ഗൗരവത്തിൽ പഠിപ്പാറ്റാറ്. അതിൽപ്പെട്ടതായിട്ട് മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. നിങ്ങൾ ഒരു സമുദായത്തൊട്ടിಗೆ നിങ്ങൾ സാദൃശ്യപ്പെട്ടാർ അങ്ങനെ ആഘോഷത്തിൽ അങ്ങനെ ആചാരത്തിൽ അങ്ങനെ അനുഷ്ഠാനത്തിൽ നിങ്ങൾ അങ്ങനൊട്ടിಗೆ സാദൃശ്യപ്പെട്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ നിങ്ങൾ പെട്ടുപോയാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലി. ಅದಕ್ಕೆ ಚಮ್ಮ ವಿಶದೀಕರಣ ಪಂಡಿತന്മാർ ಕೊಡ್ತಾರೆ. ಪಂಡಿತന്മാർ சொன்னார் നിങ്ങൾ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നത് കാരണം ಅವರು ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ മരിക്കുന്നത് കാരണം ಅವರು അങ്ങനെയുള്ള പണ്ഡിതന്മാർ അതിന്റെ ഗൗരവത്തിൽ വിശദീകരിച്ചതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അങ്ങനത്തത് ഒരു മുസ്ലിമിಗೆ യോജിച്ചതല്ല. ഞങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ചു തന്നെ രണ്ട് പെരുന്നാളുണ്ട്. അതല്ലാത്തെയും ഇസ്ലാം അനുവദിച്ചു തന്നെ ആഘോഷം ഞങ്ങൾക്കുണ്ട്. വെള്ളിയാഴ്ച ചൊല്ലേണ്ടത് ഒരു മുഅ്മിനായ മനുഷ്യർക്ക് ഒരു പെരുന്നാൾ പോലെ ഇട്ടിക്കറവരെ സംബന്ധിച്ചിടത്തോളം. അതല്ലാത്തതും ഇസ്ലാം അനുവദിച്ചു തന്നെ എത്രമാ കാര്യം ഞങ്ങൾക്കുണ്ട്. ഇസ്ലാം അനുവദിക്കാത്ത പിന്നെ ഷിർക്കുല്ലെങ്കത്തെ കുഫറുല്ലെങ്കത്തെ ഇങ്ങനത്തെ ഇബാദത്തും ഇങ്ങനത്തെ പ്രവർത്തനവും ഇങ്ങനത്തെ കൾച്ചറും ഒരു മുസ്ലിം യോജിച്ചതല്ല. ഞങ്ങൾ അതിൽ നിന്നിട്ട് പരിപൂർണമായിട്ട് പുട്ടു നിൽക്കണം. ടൈമും ലേറ്റായിരുന്ന ഗൊಂತು നായെങ്കിൽ ഒരു ജണ്ട ആയത്ത് നിങ്ങളെ നെനപ്പ് നാക്കുമ്പോൾ ഇതിന്റെ ഗൗരവത്തെ നിങ്ങൾ മനസ്സിലാക്കുക. നോക്കൂ, നിങ്ങൾ അഹ്ലുൽ കിതാബ് ആൽമാർ, നസാറാക്കന്മാരായ ആൽമാർ, യഹൂദിമാരായ ആൽമാർ അങ്ങനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ദലാലത്തിലാവണു ചൊല്ലിട്ട് തങ്ങൾ ഒരു അടിസ്ഥാന ഉദ്ദേശം ഇട്ടിക്കർ. അതുകൊണ്ട് ഇട്ടിക്കർ ഇണ്ട് ഒരു ന്യൂ ഇയർ ഒരാൾ കടത്തിയിട്ട് ഹാപ്പി ന്യൂ ഇയർ ഞങ്ങൾ റിട്ടേൺ കടത്തിയില്ലെങ്കിൽ അതൊരു പ്രോബ്ലം ആയിട്ടുണ്ട് ഞങ്ങളുടെ റായത്തല്ല. അതെന്തുകൊണ്ടിട്ടിക്കർ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ചൊല്ലേ വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബ് ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറ. അള്ളാഹു ചൊല്ലേ അഹ്ലുൽ കിതാബ് ആൽമാർ സൂറത്തുൽ ബഖറത്തെ 109 ആയത്ത്. അഹ്ലുൽ കിതാബ് ആൽമാർ അങ്ങ് ആഗ്രഹിക്കരെന്തരെ നിങ്ങൾക്ക് ഈമാൻ കിട്ടിയരല്ലേ, ആ ഈമാൻ നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ കാഫിറായി പോണു കയറ്റിക്കർ അഹ്ലുൽ കിതാബ് ആൽമാർ ഉദ്ദേശിக்கிறേ. പിണറായത്തിൽ അള്ളാഹു ചൊല്ല അഹ്ലുൽ കിതാബ് ഒരു വിഭാഗം ആൽമാർ ഉദ്ദേശിക്കാറ് ലൗ യുദില്ലൂനകും നിങ്ങളെ വലാലത്തിലാക്കുക അങ്ങ് ഉദ്ദേശിച്ചുള്ളാർ. അള്ളാഹു സുബ്ഹാനഹു വ തആല പിണറായത്തിലും അതേ ചൊല്ല നിങ്ങൾ അഹ്ലുൽ കിതാബ് ആൽമാരെ കാഫിരീങ്ങളായ ആൽമാരെ നിങ്ങൾ പിൻപറ്റിയാറ് നിങ്ങൾ അങ്ങനെ അനുസരിച്ചാറുണ്ടായെങ്കിൽ അങ്ങ് നിങ്ങളെ തെറുതപ്പെടട്ടെ. ഇങ്ങനെയല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചൊല്ല. അതുകൊണ്ട് യഹൂദിമാരും നസാറാക്കന്മാരും അങ്ങലുമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഇബാദത്തുമായിട്ട അങ്ങനെ കൾച്ചറുമായിട്ട ഞങ്ങൾക്ക് യാതൊരു സംബന്ധവുമില്ല. ഞങ്ങളെ ദീന് ചൊല്ലത് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ്. അത് ഞങ്ങളെ അടിസ്ഥാനമായിട്ടിരിക്കുന്നത്. ആ അടിസ്ഥാന ഇസ്ലാം എന്തുള്ള പഠിപ്പാട്ടില്ല അതിൽ ഞങ്ങൾ ഗട്ടി നിൽക്കണു. ഞങ്ങൾ എല്ലാവരും ചിലപ്പോൾ അത് ശ്രദ്ധിക്കരങ്ങായിട്ടിക്കുക. ഞാൻ ബദലാവർത്തിക്കര ഞങ്ങളെ മക്ക എസ്പെഷ്യലി റായത്ത് കോളേജിലും സ്കൂളിലും പഠിக்கிறതായ ഞങ്ങളെ മക്ക അങ്ങനെ ഈ വിഷയം ചൊന്നിട്ട് അതിന്റെ ഗൗരവത്തെ ഞങ്ങൾ നെനപ്പാക്കണം.